ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ജൂണും തീരാനായി. ഒരു വർഷത്തിൻ്റെ പകുതിയോളം തീർന്നു. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എത്ര പെട്ടെന്ന ദിവസം പോകുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും ഇവിടെ ഒരു വീക്കെൻഡായി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കലാപരിപാടികളൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഒരു സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിന് മുന്നത്തെ കുറച്ച് വീഡിയോസിലൊക്കെ സ്കിൻ കെയറിൻ്റെ സംഭവങ്ങൾ ഇടുമ്പം എന്നോട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ പറയുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് എന്നെ ഇടാമെന്ന്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് മൈ സ്കിൻ കെയർ റുട്ടീൻ. സോ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മുഖം കഴുകുന്നതാണ്. അപ്പം ഞാൻ ന്യൂട്രോജീനയുടെ ഒരു ഗ്രേപ്പിൻ്റെ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്യും. ഞാൻ മുന്നത്തെ കുറച്ച് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരേ പ്രോഡക്റ്റ് തന്നെ കുറേ കാലം യൂസ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ആ ന്യൂട്രോജീനയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം ഇപ്പം എൻ്റെ സ്കിന്ന് നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ അതിനെനിക്ക് സ്യൂട്ടാവുന്ന ഏതാണോ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് അതുപോലത്തെ ഫേസ് വാഷ് ഞാൻ വാങ്ങും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മുഖം ഫേസ് വാഷ് ഇട്ടിട്ട് നല്ലപോലെ കഴുകി പാഡ് ഡ്രൈ ചെയ്യും. പിന്നെയാണ് നമ്മുടെ സ്കിൻ കെയറുകൾ. ഇതൊക്കെയാണ് എൻ്റെ കുട്ടി സ്കിൻ കെയർ. അങ്ങനെ ഭയങ്കര എലാബറേറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഒന്നുമല്ല എൻ്റെത്. വളരെ വളരെ ചുരുക്കം പ്രോഡക്ട്സ് മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളത്. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് ഈ ഒരു ടോണറാണ്. ഇത് അൻവ എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെയാണ്. ഞാൻ കുറേ റിവ്യൂസും പിന്നെ കുറേ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം റീലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ടോണർ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇത്രയും കാലത്തിന് മുന്നേ ഞാൻ ടോണേഴ്സ് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇത് റീസെൻ്റ്ലി ഞാൻ സ്കിൻ കെയറിൽ ഇൻകോപ്പറേറ്റ് ചെയ്തതാണ്. ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാനിത് ജസ്റ്റ് ഒരു 2 or 3 weeks മാക്സിമം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. സോ ഇപ്പോൾ കണ്ട ഇത്രയും ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ടു ഗിവ് എ ഡീറ്റെയിൽ റിവ്യൂ ഐ നീഡ് ടു യൂസ് ഇറ്റ് ഫോർ എ ബിറ്റ് മോർ ടൈം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ടോണർ ഫസ്റ്റ്. ആൾക്കാർ യൂഷ്വലി ടോണർ കോട്ടൺ പാഡ്സിൽ ഡിപ്പ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ഇനി അതൊന്ന് സ്കിന്നിൽ അബ്സോർബ് ചെയ്യാൻ നമുക്കൊരു 1 മിനിറ്റോ 1.5 മിനിറ്റൊക്കെ കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഈ വിറ്റമിൻ സി സിറമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇൻകി ലിസ്റ്റ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ വിറ്റമിൻ സി ആണ്. ഞാൻ കുറേ കാലമായിട്ട് മിനിമലിസ്റ്റ് അല്ലെങ്കിൽ ഓർഡിനറിയുടെ വിറ്റമിൻ സി ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് ഇതുപോലെ തന്നെ കുറേ ആൾക്കാർ യൂസ് ചെയ്തത് കണ്ടിട്ടും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞു നല്ല വിറ്റമിൻ സി ആണെന്ന്. വിറ്റമിൻ സി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹെൽപ്സ് ഇൻ ബ്രൈറ്റനിങ് അപ്പ് യുവർ സ്കിൻ, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഐ യൂസ് നയസിനമൈഡ് സിറം. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സ്കിന്ന് ലെസ് ഓയിലി ആക്കും. പിന്നെ എന്താ പറയുക, ഈവൻ ബ്രൈറ്റനിങ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കലയും കുരുവൊക്കെ കുറച്ചൊന്ന് അതിൻ്റെ പാടുകൾ കുറച്ചൊന്ന് ഡിമിനിഷ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. വിറ്റമിൻ സി ആൻഡ് നയസിനമൈഡ് നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം. ചിലർക്ക് സംശയമുണ്ട് എത്ര ആക്റ്റീവ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നയസിനമൈഡും വിറ്റമിൻ സിൻ്റെ കൂടെ ഓൾമോസ്റ്റ് എല്ലാ ആക്റ്റീവ്സും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. സോ അത് രണ്ടും ഒരു നല്ല കോമ്പിനേഷനാണ്. നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോയിങ് സ്കിന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ സ്കിന്നിന് വിറ്റമിൻ സി ആൻഡ് നയസിനമൈഡ് കോമ്പോസ് റിയലി ഗുഡ്. അപ്പം നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കൊറിയൻ ബ്രാൻഡാണ്, മിക്സുണ്ട്. ഇവരുടെ ഒരു സ്കിൻ എസൻസ് ആണ്. ഞാനിത് ആക്ച്വലി നമ്മുടെ സ്നെയിൽ മ്യൂസിൻ ഉണ്ടല്ലോ, കോസ്റെക്സിൻ്റെ, അപ്പം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്ത ഒരു സംഭവമാണ്. കാരണം ഞാൻ കുറേ വീഡിയോസും ഇതുപോലെ തന്നെ കുറേ ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചു.
ഈ കോസ്റെക്സ് ഈ സ്കിൻ മ്യൂസിൻ എടുക്കുന്നത് എത്തിക്കലി സോഴ്സ് ചെയ്തിട്ടല്ല എന്നൊക്കെ. അപ്പം അങ്ങനെ ഞാൻ സ്വിച്ച് ചെയ്തൊരു സംഭവമാണ്. ഇത് കുറച്ചും കൂടി വീഗൻ, എന്താ പറയുക, വീഗൻ പ്രോഡക്റ്റാണ്. ആൻഡ് ഇറ്റ് ഡസ് ദ സെയിം ജോബ് ആസ് യുവർ സ്നെയിൽ മ്യൂസിൻ. ഇതും കുറച്ചും കൂടി എന്താ പറയുക, എനിക്ക് ഇതാണ് സ്നെയിൽ മ്യൂസിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് ഇൻ ടേംസ് ഓഫ് ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ. സോ അതും കൂടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മെയിൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ. ഞാനിവിടെ ന്യൂട്രോജീനയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ യൂസ് ചെയ്ത എല്ലാ സിറം, അതുപോലെ തന്നെ എസൻസ്, ആ സംഭവങ്ങളൊക്കെ ഒന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു എമൗണ്ട് എടുത്താൽ മതി, ഒരു പീ സൈസ്. അപ്പം അത് നമ്മൾ കഴുത്തിനും മുഖത്തും ഒക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യുക. The next last എന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, സൺസ്ക്രീൻ. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഷുഡ് നെവർ സ്കിപ്പ് ഇൻ യുവർ സ്കിൻ കെയർ. അപ്പോൾ ഇത് എല്ലാവരും, അയ്യോ കൈ സ്ലിപ്പാകും, ഇതെല്ലാവരും പറയുന്ന ഒരു 2 ഫിംഗറിൻ്റെ എന്താ പറയുക ലെങ്ത്തിൽ വേണം ഇതെടുക്കാൻ. എന്നിട്ട് നമ്മളിത് കഴുത്തിനും മുഖത്തും ഒക്കെ ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ്, ലിപ് ബാം. ഇത് ഞാൻ എവിടെയോ പോയപ്പം കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തിട്ട് ഞാൻ മേടിച്ചതാണ്. വാസ്ലിൻ, ഒരു ഡീസൻറ്റ് ജോബാണ്. എനിക്ക് ലനേജിൻ്റെ ലിപ് ബാമാണ് ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നുണ്ടെന്ന് തോന്നിയതും. പിന്നെ അഗൈൻ വാസ്ലിൻ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലൈക്ക് ആ ഒരു പെട്രോളിയം ജെല്ലിയുടെ ആ ഒരു എഫക്റ്റ് കുറേ നേരത്തേക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ലനേജാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ പരിപാടികൾ. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ. എനിക്കൊന്ന് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. സോ ആർക്കെങ്കിലും വാങ്ങോ അല്ലെ ട്രൈ ചെയ്യണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ ഇനി ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു കുട്ടി സ്കിൻ കെയർ റുട്ടീൻ. സ്കിൻ കെയർ ആക്ച്വലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പം യു ക്യാൻ ഡെഫിനറ്റ്ലി സീ എന്താ പറയുക ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ്. ഞാൻ എവിടെയെങ്കിലും എൻ്റെ പഴയ ഫോട്ടോസ് കൊടുക്കാം, എൻ്റെ പഴയ സ്കിൻ എങ്ങനെയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കിൻ കെയർ ആക്ച്വലി കറക്റ്റായിട്ട് ഫോളോ ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്നിൽ ഉണ്ടായ മാറ്റം. So do take care of your skin just like how you take care of your health and everything. And അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും നല്ലപോലെ വെള്ളം കുടിക്കുക. വാട്ടർ ഇസ് ലൈക്ക് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ അധികം വെള്ളമൊന്നും കുടിക്കാത്ത ഒരാളായിരുന്നു കുറേ കാലം. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ നമ്മുടെ സ്കിന്നിനകത്ത് അത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോൾ അങ്ങനെ ഈറ്റ് ഹെൽത്തി ഫുഡ്, ഇതൊക്കെ എന്താ പറയുക നമ്മളെല്ലായിടത്തും കാണുന്നുണ്ട്. നമ്മൾ ചോദിക്കും ഇതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാന്ന്. പക്ഷേ നമ്മളത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വരുന്ന ഒരു മാറ്റം അത് കാണുമ്പോൾ നമുക്ക് ആക്ച്വലി മനസ്സിലായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി ഭയങ്കര ബെനിഫിഷ്യലാണ്. അപ്പോൾ ഈറ്റ് ഗുഡ് ഫുഡ്, നല്ല പോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കഴിക്കണം. ഞാൻ വെജിറ്റബിൾസ് അത്ര നല്ലോണം കഴിക്കാറില്ല, ഞാൻ ഫ്രൂട്ട്സ് നല്ല പോലെ കഴിക്കും. ഫ്രൂട്ട്സ് നല്ലപോലെ കഴിക്കുക, നല്ല പോലെ വെള്ളം കുടിക്കുക, പിന്നെ ഉറങ്ങുക. 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 to 8 hours മാക്സിമം ഉറങ്ങാൻ നോക്കുക. സോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ സ്കിന്നിനെയും കുറച്ച് ടേക്ക് കെയർ ചെയ്യുമ്പം ഇറ്റ് ക്യാൻ ആക്ച്വലി മേക്ക് യുവർ സ്കിൻ ഫീൽ ഗുഡ്. നമ്മുടെ സ്കിന്ന് നല്ല ഭംഗി ഉണ്ടാകുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു കോൺഫിഡൻസും നമുക്കൊരു സന്തോഷമൊക്കെ വരും. അപ്പോൾ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ടു ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ ആൻഡ് മേക്ക് യു ഫീൽ ബെറ്റർ ആൻഡ് ബ്യൂട്ടിഫുൾ. സോ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എവ്രിബഡി ടേക്ക് കെയർ. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്. ഇഫ് യു സ്റ്റിൽ ഹാവ് നോട്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടൂഡിൽസ്.